Hello guys, what's up? This is Sarah James. Welcome back to our channel Travel Time Stories. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നെല്ലിക്ക വൈൻ ഇടേണ്ട സമയമായല്ലോ. ശരിക്കും പറഞ്ഞാൽ എല്ലാ വർഷവും നമ്മൾ നെല്ലിക്ക മതികെട്ടായിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്ന ഇടാറാണ് പതിവ്. കാരണം അവിടെ ഫോറസ്റ്റ് ഒരുപാട് കാട്ടുനെല്ലിക്ക കിട്ടും, അതാണ് വൈൻ ഇടാൻ ഏറ്റവും അടിപൊളി. പക്ഷേ ഇപ്രാവശ്യം കൊറോണയുടെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ബോർഡർ വഴി ആൾക്കാരെ താഴത്തേക്ക് ഇറക്കി വിടുന്നില്ല. അതുകൊണ്ട് പോയി പറിക്കാൻ പറ്റില്ല, കാരണം പോലീസ് എല്ലാം ഡ്രോണൊക്കെ ആയിട്ട് ചുറ്റുവട്ടം നിൽക്കുകയാണ്. അവിടെ നമ്മൾ ഇപ്രാവശ്യം 1.5 കിലോ നെല്ലിക്ക വാങ്ങുവാണ് ഇത് വൈൻ ഇടാൻ വേണ്ടിയിട്ട്. മാർക്കറ്റിൽ ഇപ്പോൾ വളരെ ചീപ്പാണ്, 30 രൂപ കിലോയ്ക്ക് നെല്ലിക്കയ്ക്കുള്ളൂ. അപ്പോൾ 1.5 കിലോ നെല്ലിക്ക വാങ്ങിയിട്ടുണ്ട്, 1.5 കിലോ ശർക്കര, പിന്നെ കുറച്ച് സ്പൈസസ്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിയാണ് നമ്മളിന്ന് നെല്ലിക്ക വൈൻ ഉണ്ടാക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ നൗ. അപ്പോൾ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ഈക്വൽ ആയിരിക്കണം, നെല്ലിക്കയോട് ഈക്വൽ ആയിട്ടുള്ള ശർക്കര, കറുകപ്പട്ട, ഫ്രഷ് കറുകപ്പട്ടയാണ്, ഏലക്ക, തിപ്പലി, പച്ചില, ജീരകം, ഗ്രാമ്പു, പിന്നെ നാഗപ്പൂവ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ്. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഈ മിക്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ചിലർ വൈനായിട്ട് ഉണ്ടാക്കും, ചിലർ അരിഷ്ടമായിട്ടുണ്ടാക്കും. അരിഷ്ടമായിട്ടുണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി സ്പൈസസ്, ഹെർബ്സ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. പക്ഷെ വൈൻ ഉണ്ടാക്കുമ്പോൾ ഇത്ര ഐറ്റംസ് ഒക്കെ മതി. സോ നമ്മൾ ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ചെറിയൊരു കുപ്പിയാണ് എടുത്തേക്കണേ. കുപ്പിയുടെ 1/4 ഭാഗം നമ്മൾ നെല്ലിക്ക വാരിയിട്ട് നിറയ്ക്കും ആദ്യം. അതിനുശേഷം ഏകദേശം ശർക്കര വാരി ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഇരിക്കുന്ന സ്പൈസിന്റെ പകുതി, നാഗപ്പൂവിന്റെ പകുതി, കറുകപ്പട്ടയുടെ പകുതി, ഏലക്കായുടെ പകുതി, പച്ചിലയുടെ പകുതി, ഇതാണ് തിപ്പലി എന്ന് പറഞ്ഞ സാധനം, തിപ്പലിയുടെ പകുതി, ജീരകത്തിന്റെ പകുതി, ഗ്രാമ്പുവിൻ്റെ പകുതി. ഇത്ര സാധനങ്ങൾ ഒന്നുകൂടി ഇട്ടിട്ട് ഒന്നുകൂടെ നമുക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി നെല്ലിക്കകൾ നമുക്ക് ഫിൽ ചെയ്യാം. എന്നിട്ട് നമുക്ക് ബാലൻസ് വന്നേക്കുന്ന സ്പൈസസ് കൂടി ആഡ് ചെയ്യാം അതിലേക്ക്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ബോട്ടിൽ ഫില്ല് ചെയ്ത് വെക്കുകയാണ്. കാരണം മറ്റൊന്നുമില്ല, കാട്ടുനെല്ലിക്കയാണെങ്കിൽ നമ്മൾ ഏകദേശം പകുതി ഇടുള്ളൂ, കാരണം നെല്ലിക്ക ചുങ്ങുമല്ലോ, ശകല ചുങ്ങുള്ളൂ. പക്ഷേ ഈ നെല്ലിക്ക എനിക്ക് തമിഴ്നാട്ടിൽ നിന്ന് കയറി വന്ന ഫാമിൽ നിന്ന് തോന്നാണെന്ന് തോന്നുന്നു. ഈ നെല്ലിക്ക പെട്ടെന്ന് ചുങ്ങും, അതുകൊണ്ടാണ് ബോട്ടിൽ ഫില്ല് ചെയ്ത് തന്നെ വെച്ചേക്കുന്നത്. 2-3 ദിവസത്തിനുള്ളിൽ ഈ ശർക്കര മെൽറ്റായിട്ട് ജ്യൂസ് ആയിട്ട് നെല്ലിക്കയും ശർക്കരയും കൂടെ താഴേക്ക് പോകും. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതൊരു ഏകദേശം 35 ദിവസത്തിന് മേളിൽ ഈ സാധനം വെക്കണം. അതിനുശേഷം നമുക്കിത് എടുക്കാൻ പാടുള്ളൂ. ഈ സ്പൈസസ്, ഹെർബ്സ് ഒക്കെ ഇപ്പം ഔഷധക്കടയിൽ കിട്ടാൻ ഭയങ്കര പാടാണ്. കാരണം മദ്യഷോപ്പുകളൊക്കെ അടച്ചേക്കുന്നുണ്ട്, മിക്ക ആളുകളും സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കുകയാണ്. അത് തന്നെയല്ല, ഇവർ ഭയങ്കരമായിട്ട് ചാർജ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഈ സാധനമൊക്കെ മേടിച്ചപ്പോൾ 50 രൂപയ്ക്ക് എല്ലാ കൂട്ടുകൂടെ കിട്ടിയതാണ്. പക്ഷേ ഇപ്രാവശ്യം അതേ സാധനത്തിന് 240 രൂപ മേടിച്ചവർ. ഭയങ്കര എക്സ്പെൻസീവാണ്. ചിലപ്പോൾ ഇപ്രാവശ്യം മദ്യത്തിൻ്റെ ഷോർട്ടേജ് കൊണ്ടായിരിക്കും ഒരുപാട് ആൾക്കാർ ഇതുണ്ടാക്കാനും വാറ്റാനും പല പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വാങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് അടച്ച് എയർ ടൈറ്റ് ആയിട്ട് അടച്ചെടുത്ത് കെട്ടി വെക്കണം. നമുക്ക് കുപ്പി തുണിയിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടാം.
അടച്ചിട്ട് നമുക്ക് ക്യാമറാമാനെ ഏൽപ്പിക്കാം. 10-35 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു വെക്കാൻ നേരത്ത് ക്യാമറാമാൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങാം. അങ്ങനെ നീണ്ട കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ നെല്ലിക്ക അരിഷ്ടം എടുക്കാൻ പോവാണ്. 40 ദിവസമായി, കൂടുതൽ സമയമായി. എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. 2 ഹീറോസും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി അപ്പുറം ഇപ്പുറം വന്ന് നിൽപ്പുണ്ട്. അപ്പൊ നമുക്ക് നെല്ലിക്ക അരിഷ്ടം എടുക്കാം. എക്സ്പ്രഷൻ വരുന്നത്. Cheers. Cheers. കുടിച്ച് സാറിനെ കുട്ടി ഇഷ്ടപ്പെട്ടില്ല. നെല്ലിക്ക ചുരുങ്ങിപ്പോയി, വെള്ളം മൊത്തം അതിനകത്തേക്ക് ആയിട്ടുണ്ട്. അതാണ് നമുക്ക് അരിഷ്ടമായിട്ട് കിട്ടിയത്. പിന്നെ അതിൻ്റെ സ്പൈസസ് എല്ലാം ഉണ്ട്, ഹെർബ്സും കൂട്ടിലകളെല്ലാം ഉണ്ട്. നമുക്കിതോട് പിഴിഞ്ഞെടുക്കാം. ചിച്ചുവിനങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. ചേച്ചിന് ഇഷ്ടമായില്ലടാ? ഇഷ്ടമായോ? കൈയിടല്ലേ, എടുത്തു. ഇത് ശരിക്കും പറഞ്ഞാൽ ഇട്ടിട്ട് കുറച്ചുകൂടി ചരക്കരി ഇടുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടി അരിഷ്ടമായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും. നമുക്ക് തിരിച്ച് കുപ്പിക്കാതെ ഇട്ടിട്ട് കുറച്ച് ശർക്കര കൂടെ വാങ്ങിയിടാം. അപ്പൊ അതിനകത്ത് ഇത് കുറച്ചുകൂടി അരിഷ്ടമായിട്ട് നമുക്ക് ഒരു 2-3 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും എടുക്കാൻ പറ്റും. ഇതിനകത്തേക്ക് അല്പം ശർക്കരയും കൂടി ഇട്ട് എടുത്ത് വെക്കണം. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഒന്നും കൂടി കുറച്ചും കൂടി അരിഷ്ടം എടുക്കാൻ പറ്റും. അപ്പൊ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഈ അരിഷ്ടം ഉണ്ടാക്കുന്ന വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് 1 ലിറ്റർ അല്ലേ ഇത്? നമ്മളിട്ടത് ഏകദേശം 1.5 കിലോ നെല്ലിക്ക, 1.5 കിലോ ശർക്കരയായിരുന്നു. പിന്നെ കുറച്ച് ഹെർബ്സ് ആൻഡ് സ്പൈസസ്. നമുക്ക് കിട്ടിയിരിക്കുന്നത് 1 ലിറ്റർ അരിഷ്ടമാണ്. ഈ അരിഷ്ടത്തിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഡൈജഷൻ നല്ല അടിപൊളി സാധനമാണ്. വിശപ്പില്ലായ്മയ്ക്കൊക്കെ പിള്ളേർക്ക് കൊടുക്കുകയാണ് നല്ല അടിപൊളി സാധനമാണ്.
സ്മെല്ലും കാര്യങ്ങളെല്ലാം നമ്മൾ ആയുർവേദ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ദിസ് ഇസ് സാറ ജെയിംസ് സൈനിങ് ഓഫ് ഫ്രം ട്രാവൽ ടൈം സ്റ്റോറി. ബൈ ഫോർ നൗ.